ഇപ്പം മിഡ്ഗാർഡ് സെർപ്പൻ്റ് ആ സിറ്റി മുഴുവൻ തകർക്കാൻ നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ആ സിറ്റിയിലുള്ള ജനങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള ആളുകളെ മുഴുവൻ അവെഞ്ചേഴ്സ് രക്ഷിക്കുകയാണ്. ഇതിനിടയിൽ ആ ഡോക്ടർ ഡൂം ആ കോടാലി കൊണ്ട് താൻ ഈ മിഡ്ഗാർഡ് സെർപ്പൻറ്റിനെ അടിമയാക്കി ഈ ഭൂമിയെ മുഴുവൻ കീഴടക്കുമെന്നൊക്കെ അവിടെ നിന്ന് വിളിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ നീ പറയുന്നതെല്ലാം തെറ്റാണെന്നും ഒരു വെപ്പൺ ഉപയോഗിച്ചും ഈ പാമ്പിനെ അടിമയാക്കാൻ ആർക്കും സാധിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ തോർ അവിടെ പറന്നു വരികയാണ്. ഇപ്പോൾ തോർ പറഞ്ഞത് കേട്ടതും അന്നേരം തന്നെ നീ പറയുന്നതാണ് തെറ്റെന്നും ഞാൻ ഈ കോടാലി കൊണ്ട് ഈ പാമ്പിനെ അടിമയാക്കുമെന്നും ധൂം തോറിനോട് പറയുന്നു. പക്ഷെ തോർ അത് സമ്മതിക്കുന്നില്ല. തോർ പറയുന്നതൊന്നും ധൂമും സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. അതൊരു ഫൈറ്റായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരിടത്ത് നമ്മുടെ ഫാൽക്കൻ ഹൾക്കിനെ കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഹൾക്കാണെങ്കിൽ ആ പാമ്പിൻ്റെ കയ്യിൽ നിന്നും നേരത്തെ തല്ല് മേടിച്ച് അവിടെ ബോധം പോയി കിടക്കുകയാണ്. അങ്ങനെ ഹൾക്കിനെ എഴുന്നേൽപ്പിക്കാൻ ഫാൽക്കൻ നോക്കുന്നുണ്ടെങ്കിലും ഹൾക്ക് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ അവസാനം ഹൾക്കിനെ ഉണർത്തുവാനായി ഫാൽക്കൻ തൻ്റെ വെറും വിങ്സ് ഉപയോഗിച്ച് ഹൾക്കിനെ എടുത്ത് അവിടെയുള്ള വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹൾക്കിന് ബോധം വരുന്നു. ഇതേ സമയം സിറ്റിയിൽ മിഡ്ഗാർഡ് സെർപ്പൻറ്റിനെ കൊണ്ടുള്ള വലിയ പ്രശ്നം നടക്കുന്നതിനിടയിൽ വാക്ക് തർക്കം മൂത്ത് ഫൈറ്റ് ചെയ്യുന്ന തോറിൻ്റെയും ഡൂമിൻ്റെ അടുത്ത് നമ്മുടെ അയൺമാൻ വരികയാണ്. എന്നിട്ട് അവരോട് ഈ അടിപിടിയൊക്കെ നിർത്താനും ഇപ്പം ആ പാമ്പ് ഈ സിറ്റി തന്നെ നശിപ്പിക്കുമെന്നും അയൺമാൻ പറഞ്ഞതും അപ്പോൾ തന്നെ അവർ രണ്ടുപേരും അടിയൊക്കെ നിർത്തുന്നു. പക്ഷെ നമ്മുടെ ഡൂമണ്ണൻ വീണ്ടും തനിക്ക് മാത്രമേ ഈ പാമ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ വിളിച്ചു പറയുകയാണ്. അന്നേരം തന്നെ തോറ് വീണ്ടും തർക്കിക്കുവാനായി ചെല്ലുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ മിഡ്ഗാർഡ് സെർപ്പൻ്റ് അവിടെ വന്ന് അവരെല്ലാം അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഫായത്തിന് അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ തന്നെ താൻ ഈ മിഡ്ഗാർഡ് സെർപ്പൻറ്റിൻ്റെ ശല്യം തീർത്തു തരാമെന്നും അതിനുവേണ്ടി താൻ ആ പാമ്പുമായി ഫൈറ്റ് ചെയ്ത് തൻ്റെ ജീവൻ വെടിയാൻ പോവുകയാണെന്നും കാരണം തൻ്റെ ജീവൻ ഈ പാമ്പിന് കൊടുത്താൽ മാത്രമാണ് ആ പാമ്പ് ഇവിടുന്ന് പോകുള്ളൂ എന്നും അയൺമാനോട് പറഞ്ഞ് തോറ ആ പാമ്പിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അത് കണ്ടതും മോനെ തോറെ വേണ്ട എന്നും പറഞ്ഞ് അയൺമാൻ തോറിനെ പിന്തിരിപ്പിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിലും തോറ് സമ്മതിക്കുന്നില്ല. പുള്ളി ആ പാമ്പിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അതിനിടയിൽ ആ ഡൂം കോടാലി ഉപയോഗിച്ച് തോറിനെയും അയൺമാനെയും അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നീയൊന്നും അങ്ങനെ ഇപ്പോൾ ഹീറോ ആകേണ്ട എന്നും ഈ മിഡ്ഗാർഡ് സെർപ്പൻ്റ് ഇനി തിരിച്ചു പോകില്ല എന്നും താൻ ഈ കോടാലി കൊണ്ട് ഈ പാമ്പിനെ അടിമയാക്കുമെന്നും എന്നിട്ട് ഈ ഭൂമിയുടെ രാജാവായി മാറുമെന്നും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നീയൊക്കെ ജീവനോടെ വേണമെന്നും അയൺമാനോടും തോറിനോടും ഡൂം പറയുകയാണ്. പക്ഷെ ഇപ്പോൾ ഇമാതിരി ഡയലോഗും പറഞ്ഞ് ആ കോടാലിയും പിടിച്ച് അവിടെ നിൽക്കുന്ന ഈ ഡൂമിനെ ആ പാമ്പ് തൻ്റെ ഒറ്റ കൈകൊണ്ട് ചതയ്ക്കുകയാണ്. മാത്രമല്ല അത് കണ്ട് വെറുതെ അവിടെ നിന്ന് അയൺമാനെയും ആ പാമ്പ് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അയൺമാൻ ആ പാമ്പിൻ്റെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നുണ്ടെങ്കിലും പുള്ളി ആ പാമ്പ് പിടിച്ച് വലിച്ചെറിയുകയാണ്. ആ എയറിൽ നമ്മുടെ അയൺമാൻ ഒരു ചവറ്റുകൊട്ടയിലാണ് ചെന്ന് വീഴുന്നത്. ഇപ്പോൾ ഇതെല്ലാം കണ്ടതും നമ്മുടെ തോറ് രണ്ടും കൽപ്പിച്ച് ആ മിഡ്ഗാർഡ് സെർപ്പൻറ്റിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ പാവം നമ്മുടെ തോറിന് വിജയിക്കുവാൻ സാധിക്കുന്നില്ല. ആ പാമ്പിപ്പോൾ തോറിനെ എടുത്ത് തൻ്റെ വായിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തന്നെ തോറ് തൻ്റെ മരിച്ചുപോയ മുതുമുത്തച്ഛന്മാരോട് ഞാനിതാ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോറിനെ ആ പാമ്പ് ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്.